മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യം. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യം. ஊமைகளினாலே அன்றி அவர்களுக்கு ஒன்றும் சொல்லவில்லை. அவர் தம்முடைய சீஷரோடே தனித்திருக்கும் போது அவர்களுக்கு எல்லாவற்றையும் விவரித்து சொன்னார். அவர் சாயங்காலத்தில் அவர்களை நோக்கி அக்கறைக்கு போவோம் வாருங்கள் என்றார். அவர்கள் ஜனங்களை அனுப்பிவிட்டு அவர் படவிலிருந்தபடியே அவரை கொண்டு போனார்கள். வேறே படவுகளுக்கு அவரோடு கூட இருந்தது. அப்பொழுது பலத்த சுழற்காற்று உண்டாகி படவு நிரம்பத்தக்கதாக அலைகள் அதன் மேல் மோதிற்று. கப்பலின் பின்னணியத்தில் அவர் தலையணையை வைத்து நித்திரையாயிருந்தார். அவர்கள் அவரை எழுப்பி, போதகரே, நாங்கள் மடிந்து போகிறது உமக்கு கவலை இல்லையா என்றார்கள். அவர் எழுந்து காற்றை அதட்டி கடலை பார்த்து, இறையாதே, அமைதலாயிரு என்றார். அப்பொழுது காற்று நின்று போய் மிகுந்த அமைதல் உண்டாயிற்று. அவர் அவர்களை நோக்கி, ஏன் இப்படி பயப்படுகிறீர்கள்? ஏன் உங்களுக்கு விசுவாசம் இல்லாமற் போயிற்று என்றார். அவர்கள் மிகவும் பயந்து, இவர் யாரோ, காற்றும் கடலும் இவருக்கு கீழ்ப்படுகிறதே என்று ஒருவரை ஒருவர் சொல்லிக் கொண்டார்கள். ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സകലത്തെയും ഉണ്ടാക്കിയ മഹാദൈവം, സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം, ഇവിടെ വായിച്ചു കേട്ട ദൈവവചനം യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടകിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റും തിരയും ആ പടകിന്റെ നേരെ ശക്തമായി അടിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരമുള്ള ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ബഹുമാനത്തോടെ, ഭയഭക്തിയോടെ നിങ്ങൾ അതിനെ റിസീവ് ചെയ്യണം. അപ്പൊ അത് നിങ്ങളുടെ മേൽ അത്ഭുതമായി വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. പടകിന്റെ നേരെ ശക്തമായി കാറ്റും തിരയും അടിക്കാൻ തുടങ്ങി. ഒരൊറ്റ ദൂതാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവം തരുന്നത്. നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. ഒരേ വിഷയത്തെ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരനുഭവം. ഹല്ലേലൂയ. പ്രോബ്ലം സെയിം ആണ്, പക്ഷെ പലരും അതിനെ പല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. യേശുവും അതേ പടകിലാണ്, ശിഷ്യന്മാരും അതേ പടകിലാണ്. ശക്തമായ കാറ്റടിച്ചു തുടങ്ങിയപ്പോ, തിര അടിച്ചു തുടങ്ങിയപ്പോ കൂടെയുള്ള ശിഷ്യന്മാര് ഭയപ്പെട്ട് കരയാൻ തുടങ്ങി, നിലവിളി ആരംഭിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങൾ തീരാൻ പോകുന്നു. അതുപോലെ പ്രശ്നം രൂക്ഷമായി നിൽക്കുകയാണ്. എന്നാൽ മറുവശത്ത് യേശു കർത്താവ് അതേ പ്രോബ്ലത്തെ, അതേ വിഷയത്തെ വളരെ സിമ്പിളായിട്ട് അതിനെ കാണുകയാണ്, ഡീൽ ചെയ്യുകയാണ്. ആ വിഷയത്തിന് വലിയ വാല്യൂ യേശു കൊടുക്കുന്നില്ല. ഒരു ദൈവത്തിന്റെ ശബ്ദം കുഞ്ഞുങ്ങളുടെ മേൽ വരുന്നു. ക്രിസ്തുവിൽ നിന്ന് ചിന്തിക്കുക, ക്രിസ്തുവിൽ നിന്ന് വിഷയങ്ങളെ ഡീൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ ലോകം വലിയ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ചെറുതാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരേ വിഷയത്തെ പലരും പല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ചിലര് ചെറിയ പ്രശ്നം വരുമ്പോഴേ ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ജീവിക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ലെന്ന് തീരുമാനിക്കും. എന്നാൽ അതിനെക്കാട്ടിലും ആയിരക്കണക്കിന് മടങ്ങ് വർധനവുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും ചിലർ എഴുന്നേറ്റ് ധൈര്യത്തോടെ ചിരിച്ചോണ്ട് നിൽക്കും. ഓ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് ഈ ദൂത് കേറട്ടെ. ചെറിയ കാര്യങ്ങൾക്ക് തീരാനുള്ളവരല്ല നിങ്ങൾ.
എനിക്കറിയാം ഏതൊക്കെയോ കുഞ്ഞുങ്ങളെ ഈ ശബ്ദം, ഈ ദൈവശബ്ദം വലിയ ബലം കൊടുക്കും, വലിയ ബലത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ എൻ്റെ പിതാവിനെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെക്കാട്ടിലും വലുതല്ല ഈ പ്രശ്നം. ഓ ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന ഏത് പ്രശ്നമാണെങ്കിലും, ഞാൻ നാണം കെട്ടു, കൂട്ടുകാരുടെ മുമ്പിൽ, വീട്ടിൽ, നാട്ടിൽ ഒക്കെ നാണം കെട്ടു, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടു, ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഈ ദൈവശബ്ദം യേശു നിങ്ങളോട് പറയുന്നു, നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമല്ല വലുത്, നിങ്ങളാണ് വലുത്. അത് തീരും, ആ പ്രശ്നം തീരും. പക്ഷെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവി എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ആമേൻ യേശുവേ എന്നൊന്ന് പറയാമോ? കുഞ്ഞുങ്ങളെല്ലാം ആമേൻ യേശുവേ എന്ന് പറയാമോ? നിങ്ങൾക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചിരിക്കാം, എന്നാൽ ആ പരാജയങ്ങൾ നിങ്ങളുടെ അവസാനമല്ല. ചില പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, എന്നാൽ ആ പ്രതിസന്ധികൾ ഒന്നും നിങ്ങളുടെ അവസാനമല്ല. യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. ലോകത്തിന്റെ മുമ്പിൽ, ലോക മനുഷ്യന്റെ മുമ്പിൽ ഇത്രയും വലുതായി നിൽക്കുന്ന പ്രോബ്ലം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ചെറുതായി മാറും. ബൈബിളിലൊരു വാക്യമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ മുഴുബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ പാമ്പിന്റെയും തേളിന്റെയും കാര്യമല്ല പറയുന്നത്, പാമ്പിനെ ചവിട്ടുന്ന തേളിനെ ചവിട്ടുന്ന കാര്യമല്ല പറയുന്നത്. അതൊരു ഭയങ്കര മർമ്മമാണ്. അതിനകത്തൊരു വലിയ റെവലേഷൻ ഉണ്ട്. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മനസ്സോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളോ തിയോളജിയോ ഒന്നുമല്ല പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാമ്പും തേളും ലോകത്തിന്, ലോക മനുഷ്യന് വലിയ വിഷയമായി നിൽക്കുമ്പോൾ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതൊരു വലിയ വിഷയമല്ല. അവനതിനെ കാൽ കീഴെ ചവിട്ടി മതിക്കും. ഓ ഹല്ലേലൂയ. ഇതിനൊന്നും എന്നെ തകർക്കാൻ പറ്റത്തില്ല. എന്റെ ഭാവിയെ തകർക്കാൻ പറ്റത്തില്ല. എന്റെ എഡ്യൂക്കേഷനെ, എന്റെ ഹെൽത്തിനെ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറകളെ, എന്റെ മാതാപിതാക്കളെ, എന്റെ ഭാവിയെ ഇതിനൊന്നും തകർക്കാൻ കഴിയത്തില്ല. ഞാൻ ഇതിന്റെ മുമ്പിൽ തോറ്റു പോകത്തില്ല. ഞാൻ ഇതിന്റെ മുമ്പിൽ തോറ്റു പോകുന്ന ആളല്ല. ഞാൻ ഇതിനെ ചവിട്ടി മെതിക്കും. അതെന്നെ ചവിട്ടി മെതിക്കത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ ചവിട്ടി മെതിക്കും. ഞാൻ ജയമെടുക്കും. ഞാൻ മുമ്പോട്ട് പോകും. കൂട്ടുകാരനും കൂട്ടുകാരിക്കും അടുത്തിരിക്കുന്നവർക്ക് അധ്യാപകരെല്ലാം ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകും. ഓ ജീസസ്, ഹല്ലേലൂയ. കൂട്ടുകാരനോട് കൂട്ടുകാരിയോട് പറ, ഒന്ന് കൈ കൊടുത്ത് പറ, നിങ്ങൾ മുന്നോട്ട് പോകും, നമ്മൾ മുമ്പോട്ട് പോകും. ഡോണ്ട് വറി, ഡോണ്ട് വറി. ഇവിടെ നമ്മൾ നിൽക്കത്തില്ല, ഇവിടെ നമ്മൾ തീരത്തില്ല, ഇവിടെ നമ്മൾ ഇല്ലാതെയാകത്തില്ല. നമ്മൾ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഒരേ ലെവൽ അല്ല. ബൈബിളിൽ വാക്യമുണ്ട്, നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്ന് വെച്ചാൽ നീ താഴോട്ട് പോകത്തില്ല. യേശുവിനെയാണോ വിശ്വസിക്കുന്നത്? ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, യേശുവിന്റെ കൂടെയാണോ ജീവിക്കുന്നത്? നീ ഒരിക്കലും താഴോട്ട് പോകത്തില്ല, നീ ഉയർച്ചയിലേക്ക് പോകൂ. നിനക്ക് പ്രമോഷനുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നിന്റെ ലൈഫ് അടുത്ത ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ അനുഗ്രഹത്തിന്റെ വാക്കിനെ നിങ്ങൾ ഒരുമിച്ച് ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
യേശുവിന്റെ മുമ്പിൽ കുറച്ച് കൂടുതൽ ശക്തിയുള്ള കാറ്റും, ശിഷ്യന്മാരുടെ മുമ്പിൽ കുറച്ച് കൂടുതൽ ശക്തിയുള്ള കാറ്റും, യേശുവിന്റെ മുമ്പിൽ കുറച്ച് ശക്തി കുറവുള്ള കാറ്റും അല്ല വെളിപ്പെട്ടെ. എല്ലാവരുടെയും മുമ്പിൽ ഒരേ പവറിലുള്ള കാറ്റും തരയുമാണ് വെളിപ്പെട്ടെ. ഒരേ പ്രോബ്ലത്തിന് മുമ്പിൽ ഒരു കൂട്ടർ നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു, BP കൂടുന്നു, ഭയപ്പെടുന്നു. വേറൊരാള് സുഖമായി കിടന്നുറങ്ങുക. ഓ ഹോളി സ്പിരിറ്റ്, അമരത്ത് തലയണ വെച്ച് യേശു കർത്താവ് കിടന്നുറങ്ങുക. രണ്ടു പേർ ഒരേ വിഷയത്തെ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറുള്ളവരെ, നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയത്തെയും നിങ്ങൾ ഏറ്റവും വലുതായി കാണരുത്. ക്യാൻസർ 4th സ്റ്റേജ് കഴിഞ്ഞതിനെ മെഡിക്കൽ സയൻസ് ഏറ്റവും വലുതായി കാണും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിന് ഹൃദയത്തിൽ ഇടം കൊടുത്തവർ ഒരിക്കലും അതിനെ വലുതായി കാണരുത്. അതിന് കഴിയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് ക്രിസ്തുവിലുള്ളവരാണ്. ഞങ്ങളുടെ മുമ്പിൽ ആയിരക്കണക്കിന് സാക്ഷികളുണ്ട്. ഓ ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഞാൻ ഒരു ടെസ്റ്റിമണി നിങ്ങളോട് പറയാം. കുറെ വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിൽ കൊട്ടാരക്കര കരിക്കകം എന്ന ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുകയാണ്, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഇതുപോലെ രണ്ട് സൈഡിൽ ഇരിക്കുകയാണ്. അവർ ഭയങ്കരമായി നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നേ? അപ്പൊ ആ മനുഷ്യന്റെ ഭാര്യ ഭയങ്കരമായി നിലവിളിച്ച് കരയുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, തൊട്ടപ്പുറത്തിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിന്റെ 2 കിഡ്നിയും ഫെയിലുവറായി. മെഡിക്കൽ സയൻസ് കൈവിട്ടു. മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഇനി ഏറിയാൽ ഒരു 2-3 ദിവസം കൂടെ മാത്രമേ ഇദ്ദേഹം ജീവിച്ചിരിക്കത്തുള്ളൂ. വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും മുമ്പിൽ ഞാൻ വചനം പ്രസംഗിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഉയർത്തുന്നത് യേശുവിന്റെ നാമമാണ്. മരണം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്, ജീവനെ പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഓ ദൈവത്തിന് മഹത്വം. ബൈബിൾ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിന്, ദേശത്തിന് സമാധാനം എന്ന് പറയുവിൻ. അത് പറയാനാ ദൈവം ഞങ്ങളെ ഇവിടെ അയച്ചേ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ജീവൻ, ഇരട്ടിയായ ജീവൻ, നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് സ്വസ്ഥത, നിങ്ങൾക്ക് സൗഖ്യം, നിങ്ങൾക്ക് അത്ഭുതം. ഇത് പറയാനാ യേശു ഞങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നേ. ആമേൻ. അവരോട് ഞാൻ പറഞ്ഞു, മരിച്ചുയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ട്. മരണത്തിന്റെ മേൽ അധികാരം പ്രാപിച്ച ഒരു കർത്താവുണ്ട്. ഹേ മരണമേ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന്, നിന്റെ വിഷമുള്ള എവിടെയെന്ന് മരണത്തെ തിരിച്ചു വെല്ലുവിളിച്ച ഒരു കർത്താവുണ്ട്. അത് യേശു ക്രിസ്തുവാകുന്നു. യേശു ക്രിസ്തു മാത്രമാകുന്നു. ഞാൻ ആ യേശുവിനെ ഉയർത്താനായി ഇവിടെ വന്നേ, കഥ പറയാനല്ല ഇവിടെ വന്നേ. ഒരു നല്ല പ്രസംഗം നടത്തിയിട്ട് കൈയടിച്ച് തിരിച്ചു പോകാനല്ല ഇവിടെ വന്നേ. പറയുന്നത് ജീവനാണ്. അത് കേൾക്കുന്നവരുടെ മേൽ, അത് സ്വീകരിക്കുന്നവരുടെ മേൽ ഈ ജീവൻ അതുപോലെ സംഭവിക്കും, അതുപോലെ വെളിപ്പെടും. ഓ വിശ്വാസത്തോടു കൂടി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ അത്ഭുതം കാണും. സ്തോത്രം. ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ ഈ സംഭവം മറന്നേ പോയി.
കാരണം ഇങ്ങനെ എല്ലാ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കാണുന്നത് കൊണ്ട് ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. ആരാ എവിടെ എങ്ങനെയൊന്നും ചിലപ്പോൾ ഓർക്കാൻ പറ്റത്തില്ല, മറന്നുപോയി. ഒരു മാസം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് കനകക്കുന്ന് പാലസിൽ അവിടെ ഇതുപോലൊരു മീറ്റിംഗിൽ ഞാനിങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. ആ സമയത്ത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മീറ്റിംഗ് പകുതി സമയമായി. ഇവരിങ്ങനെ ഏറ്റവും പുറകെ ഇങ്ങനെ ഓടി വരുവാ. അവരുടെ കയ്യിൽ 2 ഈ റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. സ്തോത്രം. അപ്പൊ എൻ്റെ അടുത്ത് വന്നു, പാസ്റ്റേ ഞങ്ങളെ ഓർമ്മയുണ്ടോ? അന്ന് കരിക്കകത്ത് മീറ്റിങ്ങിന് വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. യേശു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇതൊക്കെ ചുമ്മാ പറയുന്നല്ല, മെഡിക്കൽ റിപ്പോർട്ടോട് കൂടിയുള്ള ടെസ്റ്റ് മണികളാണിത്. ഹല്ലേലൂയ. അതിനുശേഷം അവർ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്ത് അവർ പോയി. അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഡാമേജ് ആയ കിഡ്നി അവിടെ ഇല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഓ ഹല്ലേലൂയ. പരിശോധിച്ച് അതുവരെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് അത് അത്ഭുതമായി. ഓ ഹല്ലേലൂയ. ജീസസ്. വലിയ അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നു. ആ 2 റിപ്പോർട്ടും അവർ ഉയർത്തി, യേശുവിന്റെ നാമത്തെ അവർ ഉയർത്തി. ആമേൻ. ഇപ്പോ നിങ്ങളുടെ മേഡം ഇവിടെ യേശുവിന്റെ നാമത്തെ ഉയർത്തിയതുപോലെ മെഡിക്കൽ റിപ്പോർട്ടോട് കൂടി അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തി. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, TV പ്രോഗ്രാമിലൊക്കെ വന്നതാ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സ്തോത്രം. 10,000-കണക്കിന് ആളുകൾ കണ്ട സാക്ഷ്യങ്ങളായി പറയുന്നേ. മെഡിക്കൽ സയൻസ് 3 ദിവസമേ ജീവിച്ചിരിക്കത്തോളെന്ന് പറഞ്ഞ ആള് ഇന്ന് ഏകദേശം 7 വർഷത്തോളം 6 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുന്നു. ആ മനുഷ്യനെ സൗഖ്യമാക്കി യേശുവിനെ അയാൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോകം പറയുന്നതല്ല നിങ്ങളുടെ അവസാനം, മെഡിക്കൽ സയൻസ് പറയുന്നതല്ല നിങ്ങളുടെ അവസാനം, നിങ്ങളുടെ സാഹചര്യങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ അവസാനം. ഇതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതേ സെയിം കാറ്റ്, സെയിം തെര, എന്നാൽ യേശു അതിന്റെ മുമ്പിൽ സുഖമായിട്ട് ഉറങ്ങുക. കാരണം കർത്താവിന് അറിയാം ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതിനു മുകളിൽ അധികാരം പ്രാപിച്ചവനാണ്. കാറ്റേ അടങ്ങുക, തിരയെ അടങ്ങുക എന്ന് പറയാൻ കാറ്റിന്റെ മേൽ അധികാരമുള്ളവൻ, തിരയുടെ മേൽ അധികാരമുള്ളവൻ, സമുദ്രത്തെ നിർമ്മിച്ചവൻ, ആ യേശുവിന്റെ സ്വന്തം മക്കളാണ് നമ്മൾ. ആ യേശുവിന്റെ മകനാകുവാൻ, മകളാകുവാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ക്യാമ്പസിൽ, ഈ മീറ്റിംഗിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്നത്. വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, പക്ഷെ അത് അൻപേ നഷ്ടമാണ്. നിങ്ങൾക്ക് സ്വീകരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കിട്ടാകുന്ന ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ്ങിനെയാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ യേശുവിനെ എനിക്ക് വേണം. ഈ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ യേശുവിനെ എനിക്ക് വേണം. ഞാൻ ഈ യേശുവിൽ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് സമർപ്പിക്കാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റുന്നവർ ഒന്ന് കരം ഉയർത്തി പിടിക്കാമോ? ഈ യേശുവിനെ എനിക്ക് വേണം. ഈ യേശുവിനെ എനിക്ക് വേണം. ഈ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് കരമുയർത്താമോ? അങ്ങനെ പറയാൻ പറ്റുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉയർന്ന കരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ പിതാവിനെ സ്തുതിക്കുകയാണ്. കാറ്റേ അടങ്ങുക, തിരയെ ഒതുങ്ങുക. ഓ ഹോളി സ്പിരിറ്റ്. ആ സെക്കൻഡിൽ കാറ്റും തിരയും ഒതുങ്ങി. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു സാധാരണ ലോക മനുഷ്യനായി, ഒരു ജഡമനുഷ്യനായി മാത്രമല്ല, ഞാൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബലത്തിലല്ല നിൽക്കുന്നത്. എനിക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ, ദൈവിക അഭിഷേകത്തിൽ സ്വർഗത്തിലെ ദൈവം നിർത്തിയിരിക്കുന്നു. അതേ അധികാരത്തിൽ നിന്നുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു: കാറ്റേ ഒതുങ്ങുക, തിരയെ അടങ്ങുക. വിശ്വസിക്കുന്നവരെല്ലാം ആമേൻ, ആമേൻ, ആമേൻ എന്നങ്ങ് പറഞ്ഞോണം. അടുത്തിരിക്കുന്ന ആള് പറയുന്നോ പറയാതിരിക്കും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ.
ഒരുപാട് വർഷങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി ഇതിനകത്ത് പലരെയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിലരുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന, കുടുംബത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തിന് കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന കാറ്റേ, തിരയേ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അത് ഒതുങ്ങുക, അത് അടങ്ങുക. ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ഓ റമലമശ്യാന്ധനമനശേ. ഓ യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, യേശു ഉള്ള പടക് മുങ്ങത്തില്ല. കമോൺ, നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, യേശു ഉള്ള എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല. സ്തോത്രം. യേശു ഉള്ള പടക് മുങ്ങത്തില്ല. ഹോളി സ്പിരിറ്റ്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ യേശു ഉള്ളവരുടെ കാര്യം എനിക്കറിയാം. ഞങ്ങളതിന്റെ സാക്ഷിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹോളി സ്പിരിറ്റ്. യേശു ഉള്ള പടക് മുങ്ങത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം സിസ്റ്റർ, അതിന്റെ 37-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? മർക്കോസ് സുവിശേഷം ചാപ്റ്റർ 4 വേഴ്സ് 37. அப்பொழுது பலத்த சுழற்காற்று உண்டாகி படவு நிரம்பத்தக்கதாக அலைகள் அதில் மேல் மோதிற்று. കപ്പലിൻ പിന്നണിയത്തിൽ അവർ തലയണി വൈത്ത്. അങ്ങനെ എനിക്കറിയില്ല അത് ഇങ്ങനെ തമിഴിൽ, മലയാളത്തിൽ വാക്യമുണ്ട്, തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. മുങ്ങുമാറായി. അതിനെങ്ങനെ പറയുന്നേ? പടക് നിരമ്പത്തക്കதாக. അവർ പടവ് നിരമ്പത്തക്കதாக അലകൾ അതിൽ മേൽ മോദിച്ചു. ഹല്ലേലൂയ. പടക് മുങ്ങി പോകുന്നത് പോലെ മുങ്ങുമാറായി. വീണ്ടും ഒരാക്കെടുത്തറ, പക്ഷെ മുങ്ങിയില്ല. പറഞ്ഞേ മുങ്ങിയില്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് കൈ കൊടുത്ത് ഞാനൊന്ന് കാണട്ടെ. മുങ്ങിയില്ല. സ്തോത്രം. നിങ്ങൾ എത്രയോ നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളാ. ഒന്ന് പറഞ്ഞേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. മുങ്ങിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ മുങ്ങുമാറാകുന്നത് കാണുമ്പോ ചിലരങ്ങ് ജഡ്ജ് ചെയ്യും, ഇപ്പൊ തീരിപ്പം മുങ്ങി. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ഇത് മുങ്ങുമാറായി, തീർന്നു, എന്റെ കുടുംബം തീർന്നു, എന്റെ തലമുറ തീർന്നു, പറയാൻ വരട്ടെ, വെയിറ്റ് ചെയ്യ്. ഓ ഹല്ലേലൂയ. എന്റെ ഭാവി തീർന്നു. ഇപ്പോ അവിടെ ആ വരാന്തയിൽ നടന്നു പോയ അകത്തോട്ട് കയറിയ ബ്രദറിനെ ഒന്ന് വിളിക്കാമോ? മോനെ ആരെങ്കിലും പോയി ഇപ്പോ ഒരു ഡോർ തുറന്ന് അകത്തോട്ട് കയറിയ ബ്രദറിനെ ഒന്ന് വിളിക്കാമോ? ഓ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ലേ? ആരെങ്കിലും ഒന്ന് അനുസരിക്കേ. ഇപ്പൊ അവിടുത്തെ അദ്ദേഹം ഇപ്പൊ ഇറങ്ങിയ പുള്ളി അദ്ദേഹം വിളിച്ചു. ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങളും ഉയർത്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Come on, lift up your hand. എല്ലാ കരങ്ങളും ഉയർത്തേ. ഓ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ അത്ഭുതം ഈ മകന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. നിങ്ങൾ ആരും കണ്ടോണ്ടിരിക്കല്ലേ, കർത്താവിനെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണേ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തൊരു പേര് വിളിച്ചു, അഹിൻ. അത് നിങ്ങളാ? യെസ്. കരങ്ങളെ ഒന്ന് ഉയർത്തി, കരം ഉയർത്തി പിതാവിനെ സ്തുതിക്കേ. യേശുവിൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കൈ ഉയർത്തി ദൈവത്തിന് സ്തുതിക്കേ. ഒരു കുറച്ചിലല്ല, ഇത് അംഗീകാരമാണ്. ആയിരക്കണക്കിന് നിൽക്കുന്നവരുടെ നടുവിൽ സ്വർഗത്തിലെ മഹാദൈവം ഒരാളെ വിളിച്ച് നിർത്തിയിരിക്കുന്നത് കുറച്ചിലല്ല, അംഗീകാരമാണ്. ധൈര്യത്തോടെ കരമുയർത്തിയ പിതാവിന് മഹത്വം കൊടുത്തു. നിങ്ങളുടെ ലൈഫ് ഈ മീറ്റിംഗോടുകൂടി ഭയങ്കരമായിട്ട് തിരിയാൻ പോവുകയാണ്. ജീസസ്, ഹല്ലേലൂയ. വാഗ്ദത്ത രാജ്യങ്ങളിൽ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ, ഈ തമിഴ്നാടോ കേരളമോ ഇന്ത്യ ഒന്നും അല്ല ഞാൻ കാണുന്നേ. വാഗ്ദത്ത രാജ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതവിടെ നിങ്ങളുടെ മേഡത്തിൻ്റെ ടെസ്റ്റിമണി കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മകളോടുള്ള ബന്ധത്തിലുള്ള പ്രവചനം യേശു അതുപോലെ ചെയ്തൊരു സാക്ഷ്യം കേട്ടു. ഇനി ഞാൻ വരുമ്പോൾ ഇതൊരു സാക്ഷ്യമായിരിക്കും. വിശ്വാസമുണ്ടോ? നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തിന്റെ മഹത്വം. ഒരടയാളം കൂടെ ഞാൻ പറയാം. അഹിൻ, TS പാസ്പോർട്ടിൽ ദൈവത്തെ സ്തുതിക്കണം. എന്തോ TS? ഫാദറിന്റെ പേരാ. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കണം. ആ പാസ്പോർട്ടിൽ വാഗ്ദത്തത്തിന്റെ സീലുകൾ സംഭവിക്കപ്പെടും. വാഗ്ദത്ത രാജ്യത്തിന്റെ വിസ അതിനകത്ത് വീഴും. ചുമ്മാ വന്ന് 2-3 മണിക്കൂർ വെറുതെ ടൈം പാസിന് വന്ന് നിൽക്കുകയല്ല കേട്ടോ. ഇപ്പോഴും എനിക്കറിയില്ല എത്ര പേർ ഈ ടൈമിനെ ബഹുമാനിക്കുന്നെന്ന്. ഞാൻ നോക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ വളരെ താല്പര്യത്തോടെ ബഹുമാനത്തോടെ ഇതിനെ സ്വീകരിക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും കളിതമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നിങ്ങളുടെ പ്രായം അതാണ്. പക്ഷെ അതിലേക്കാട് അപ്പുറമായി യേശു തുറക്കുന്ന അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, ഫ്യൂച്ചറിനെ നോക്കി ചിലർ ഈ ടൈം ഉപയോഗിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന്റെ അത്ഭുതം കാണും. നിങ്ങളുടെ ഭാവിയിൽ അതിന്റെ അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഓ ഹല്ലേലൂയ. മാത്രമല്ല, ആദ്യം ഒറ്റയ്ക്ക് പോകും, പിന്നെ വന്നിട്ട് അടുത്തൊരു പാസ്പോർട്ടിലും കൂടെ അത് നിന്റെ ഭാര്യ ജെറുഷയുടേതാണ്. ജെറുഷ, അതിൽ കൂടെ സീൽ വീഴും. നിന്റെ കുഞ്ഞിന്റെ മേൽ ആ പാസ്പോർട്ട് സീൽ വീഴും. വാഗ്ദത്ത രാജ്യത്ത് വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും, വീണ്ടും കാണും. വിശ്വസിക്കുന്നുണ്ടെ കര ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞു. ഓ എന്റെ പിതാവിനെ സ്തുതിച്ചേ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. എന്റെ വൈഫിന്റെ പേര് ജെറുഷ. ഇതാരെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഇതാരാ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ദൈവം. ആ ദൈവത്തിന്റെ പേരെന്താ?
ജീസസ് ക്രൈസ്റ്റ്. ഉറക്കെ പറ, ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ഒത്തിരി പേർക്ക് ഒരു അനുഗ്രഹമാണ്, നിങ്ങൾ ഒത്തിരി പേർക്ക് ഒരു സഹായമാണ്, ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. കർത്താവിന്റെ കണ്ണ് നിങ്ങളെ വല്ലാതെ ബോധിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ഹൃദയം നിങ്ങളെ വല്ലാതെ ബോധിച്ചിരിക്കുന്നു. പലരും ചെയ്യാൻ മടി കാണിക്കുന്ന, പലരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് ചെയ്യുക, മനസ്സോടെ ചെയ്യുക. ഓ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുക. പലരും മടി കാണിച്ചൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കുക, നിങ്ങളങ്ങ് ചെയ്യുക. അല്പത്തിൽ, ബൈബിളിൽ വാക്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. ഏൽപ്പിക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും ആ ചെറിയ കാര്യത്തിൽ ആരാ വിശ്വസ്തത കാണിക്കുന്നത്, അവരെ ദൈവം വലിയ കാര്യം ഏൽപ്പിക്കും. വലിയ കാര്യം ഏൽപ്പിച്ചില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, ദൈവമാണ് നിങ്ങൾക്ക് പ്രമോഷൻ തരുന്നത്. അത് മനുഷ്യൻ തടയാൻ പറ്റത്തില്ല. ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനാണോ, പ്രമോഷൻ റെഡി ആയിക്കോ. ഓ, കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, യേശുവിന് ആരാധന. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ദൈവം ഏൽപ്പിച്ച സമയമാണ്. ആ പഠനത്തോട് നിങ്ങൾ വിശ്വസ്തത കാണിക്കുക. ആ ടൈമിൽ വേറെ ബിസിനസ്സിന് പോകരുത്. ഇതിനോട് നിങ്ങൾ വിശ്വസ്തത കാണിച്ചാൽ അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാവിയിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, മഹത്വങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം നിങ്ങളെ കൊണ്ടുപോകും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഒരു ഹല്ലേലൂയ പറ. കൂട്ടുകാരി കൈയെടുത്ത് പറ, വേറെ ഒരു പരിപാടിക്ക് നിൽക്കൽ, ഇപ്പൊ പഠിക്കാൻ ദൈവം എന്ന സമയമാ, നന്നായിട്ട് പഠിക്കണമെന്ന് പറ. ഓ, ഹല്ലേലൂയ. ഇടുന്നീ യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ മകനെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ മകനെ ഒത്തിരി സ്നേഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ ഒത്തിരി സ്നേഹിക്കണം കേട്ടോ. ഇതുവരെയുള്ള ബന്ധം പോരാ, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കണം. യേശു നിന്റെ അപ്പനാണ്. യേശുവിനോട് ഒത്തിരി സംസാരിക്കണം. യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിന്റെ മടിയിൽ വന്ന് കിടക്കുക, മാറിവിൽ വന്ന് കിടക്കുക. അതുപോലെ യേശുവിന്റെ മാറിവിൽ കിടക്കണം. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും. ഇപ്പോൾ നിൽക്കുന്ന ലെവലോ കാഴ്ചയോ ഒന്നും അല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത റലങ്ങൾ, മഹത്വങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുക. ഓ, ശഹലമഹന്തലമ. പ്രാർത്ഥിക്കുന്ന ഒരു മകൾ, പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ, നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ ഭാര്യയെ ദൈവം അനുഗ്രഹിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഓ, താങ്ക് യു ഡാഡി. ഒന്ന് പറയാമോ, യേശുവേ എല്ലാ മഹത്വം അങ്ങേക്കെന്ന് പറയാമോ? യേശുവേ എല്ലാ മഹത്വം. ചൂട് നല്ല ഉറക്കെ പറഞ്ഞു, എല്ലാ മഹത്വം അങ്ങേ. യേശുവേ എല്ലാ മഹത്വം അങ്ങേ. യേശുവേ എല്ലാ മഹത്വം അങ്ങേ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുപ്പനെ എനിക്ക് വേണം, ഈ കർത്താവിനെ എനിക്ക് വേണം, ഈ കർത്താവിനോട് എനിക്ക് സ്നേഹമാണ്. ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കര ഉയർത്തുകേ. ഒരു ചാൻസ് കൂടെ. ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിന് എനിക്ക് വിശ്വാസമാ. പറയാം, ഈ ഞാൻ ചോദിക്കുന്ന ജാതിയോ മതമോ വർഗമോ ക്രിസ്ത്യാനിയാകാൻ താല്പര്യമുണ്ടോ എന്നല്ല, അങ്ങനെ ഇവിടെ ആർക്കും വേണ്ട. ഹല്ലേലൂയ. യേശുവിനെ എനിക്ക് വേണം. യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, അവൻ മുഴുവൻ ലോകത്തിന്റെയും കർത്താവാണ്. ഒരു ആമേൻ പറ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു സ്ത്രീജിത്തിന് ഇവിടെ നിന്ന് യേശുവിനെ ഉയർത്താൻ പറ്റത്തില്ല. ഓ, ദൈവത്തിന്റെ മഹത്വം. ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്, ഈ യേശുവിനോട് എനിക്ക് സ്നേഹമാണ്, ഈ യേശുവിനെ എനിക്ക് വേണം. ഐ ലവ് യു മൈ ജീസസ്. പറയാൻ പറ്റുന്നവർ ഒന്ന് കരമുയർത്തിക്കേ. ഓ, യേശുവേ ആരാധന. ഹല്ലേലൂയ. പടക് മുങ്ങുമാറായി, എന്നാൽ മുങ്ങിയില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞേ, മുങ്ങിയില്ല, മുങ്ങത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നടുവിനൊക്കെ പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ
ഹല്ലേലൂയ. പ്രായമുള്ളവരൊക്കെ എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ കണ്ടു. നടുവിനൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നു. നിങ്ങൾക്ക് ഇച്ചിരി ക്ഷീണമാണ്, നടുവിന് വേദനയാണ്, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ എന്നൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നു. എന്ന എനർജറ്റിക് ആയവരുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ റെഡിയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. നടുവേദനയുള്ള ആമ്പിള്ളാരും നടുവേദനയുള്ള പെമ്പിള്ളാരും അവിടെ തന്നെ ഇരുന്നു. എനർജറ്റിക് ആയവരെല്ലാം എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് 4 പേർക്ക് എടുത്ത ഇത് മുങ്ങത്തില്ല, ഇത് മുങ്ങത്തില്ല, പറ ഇത് മുങ്ങത്തില്ല. ഹോളി സ്പിരിറ്റ് ഇത് മുങ്ങത്തില്ല. ടീച്ചർമാരൊക്കെ പറഞ്ഞു ഇത് മുങ്ങത്തില്ല, മുങ്ങുമാറായി ഇത് മുങ്ങത്തില്ല. ഹോളി സ്പിരിറ്റ് ഒത്തിരി പേരെ ഈ ദൂത് കയറി തൊട്ടോണ്ടിരിക്കുക. മുങ്ങത്തില്ല ടീച്ചറെ, മുങ്ങത്തില്ല സഹോദര, മുങ്ങത്തില്ല സഹോദരി, മുങ്ങത്തില്ല. ഓ ജീസസ്, ഇത് വീണ്ടും കയറി വരാമോ? കാരണം ഇത് ഒരു ലക്ഷ്യം, ഒരു പ്രോമിസ് നോക്കിയ ഇത് പൊക്കൊണ്ടിരിക്കുന്നേ, ഒരു ഡെസ്റ്റിനി നോക്കി ഇത് പൊക്കൊണ്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറ, ഞാൻ അവിടെ എത്തും, എന്റെ ദൈവം എന്നെ അവിടെ എത്തിക്കും. ഓ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഈ യാത്രയിൽ പ്രോബ്ലംസ് ഇല്ലെന്നല്ല. അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, അവിടെ എത്തും. 2, എത്ര പ്രോബ്ലം ഉണ്ടായാലും അതിനൊന്നുമായി യാത്രയെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. വിശ്വാസത്തോടെ ആമേൻ പറ. നിന്റെ ജനറേഷന് മുമ്പിൽ എത്ര പ്രോബ്ലം നിന്നാലും അതിനൊന്നും ഈ യാത്രയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ തലമുറ അവിടെ എത്തും. പറ, ഞാൻ അവിടെ എത്തും, ഞാൻ അവിടെ എത്തും. നിങ്ങൾക്കെല്ലാം ഒരു വലിയ ലക്ഷ്യമുണ്ടായിരിക്കട്ടെ. ആ ലക്ഷ്യത്തിൽ യേശുവിനോട് ചേർന്ന് ഒരേ പടകിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. കരമുയർത്തി ആമേൻ പറ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന. അപ്പോ 2 പേർ ഒരേ വിഷയത്തെ 2 കണ്ണിൽ കാണുകയാണ്. അപ്പൊ കാണുന്നതിലും വിശ്വസിക്കുന്നതിലും ആ പ്രോബ്ലം. സ്തോത്രം പറയണേ. മറ്റേവർ അതിനെ വലിയ, തങ്ങളെക്കാട്ടിലും തങ്ങളുടെ പ്രോമിസുകളെക്കാട്ടിലും വലിയ പ്രശ്നമെന്ന് കണ്ടു, അത് തീർക്കുമെന്ന് കണ്ടു, അത് വിശ്വസിച്ചു. എന്നാൽ അപ്പുറത്ത് വേറൊരാള് വേറെ രീതിയിലാണ് കാണുന്നത്, അതിനെ കൊച്ചായിട്ടാണ് കാണുന്നത്. ഓ സ്തോത്രം, ഇതെന്റെ കാൽ കീഴയാണ്. അതിനെ 2 രീതിയിലാണ് കാണുന്നത്, 2 രീതിയിലാണ് വിശ്വസിക്കുന്നത്. വേറൊരാൾ അതിനെ കൊച്ചായി കാണുന്നു, അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ അക്കരയെത്തും, ഞാനതിനെ ഒതുക്കും, ഞാനതിനെ ക്രോസ് ഓവർ ചെയ്യും. കരങ്ങൾ ഉയർത്തി പറ, ഞാനതിനെ ക്രോസ് ഓവർ ചെയ്യും. ഇതൊന്നും എന്നെ ലോക്ക് ചെയ്യത്തില്ല. ഞാനതിനെല്ലാം ചാടിക്കടക്കും, ഞാനതിനെല്ലാം ക്രോസ് ഓവർ ചെയ്യും. ഓ ഹല്ലേലൂയ. 2 പേർ ഒരേ പ്രോബ്ലത്തെ 2 രീതിയിൽ കാണുന്നു, 2 രീതിയിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ചില കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കര ഉയർത്തുന്നില്ലെങ്കിലും, നിങ്ങളിപ്പോൾ പ്രതികരിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വേട് വന്ന് വീഴുക, ചില ഭയങ്കരമായി ശക്തി പ്രാപിക്കുക, ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ പോവാ. പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കി പറയാൻ പോവാ. അവൻ ആള് വേറെയാ, അവൾ ആള് വേറെയാ. എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ഹാർട്ട് വേറെയാ, അവന്റെ റേഞ്ച് വേറെയാ, അവന്റെ ഡിസിഷൻ വേറെയാ. ഓ ഹല്ലേലൂയ. അവന്റെ നടപ്പ് വേറെയാ. അവൻ സ്ട്രോങ് ആ, അവൾ സ്ട്രോങ് ആ. ഞങ്ങൾക്ക് അവളെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രശ്നങ്ങൾ നിങ്ങളെ നോക്കി പറയാൻ പോവാ. ഒരുപാട് പേരുടെ മേൽ ഭയങ്കര ശക്തി വരുന്നു, ദൈവത്തിന്റെ ബലം വരുന്നു, ദൈവത്തിന്റെ സമാധാനം വരുന്നു. ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഓ ജീസസ് ഹല്ലേലൂയ. അപ്പോ അവര് വിചാരിച്ചു യേശുവിന്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുമ്പോ യേശു എഴുന്നേറ്റ് പറയും, മക്കളെ ഭാരപ്പെടണ്ട, സമാധാനത്തോടെ ഇരിക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണോ യേശു പറഞ്ഞേ? അങ്ങനെയല്ല യേശു പറഞ്ഞു. യേശു അവരെ വഴക്ക് പറഞ്ഞു. ഹേ ഭീരുക്കളെ, നിങ്ങൾ ഇങ്ങനെ അല്പവിശ്വാസികളായിരിക്കാൻ എന്ത്? അങ്ങനെ യേശു പറഞ്ഞേ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? യേശുവിനോട് ആഗ്രഹമുണ്ടായിരുന്നു, ഇവർ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ കാറ്റിനെ പേടിക്കാതെ, ഈ തെരയെ പേടിക്കാതെ, ഞാൻ കിടന്നുറങ്ങുന്ന പോലെ ഇവർ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് യേശുവിനോട് വിശ്വാസം, ഒരാഗ്രഹം ഇവരെ കുറിച്ചുണ്ടായിരുന്നു. അതാ തെറ്റിയേ.
ഒരു സ്വതന്ത്രം പറ. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസമുള്ളവന്റെ ഒരു വലിയ അടയാള, എത്ര വലിയ പ്രതിസന്ധിക്കകത്ത് അവൻ നന്നായി സുഖമായിട്ട് ഉറങ്ങും. ചിലക്ക് BP കൂടി, ടെൻഷൻ കൂടി, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെ നടക്കന്റെ ഉറക്ക ഗുളിക കഴിക്കുന്നു. ദൈവത്തെ സ്തുതിക്ക്, സമാധാനം പോയിരിക്കുന്നു. എന്നാൽ ആരാ കർത്താവിന് ഹൃദയം കൊടുത്ത് യേശുവിൽ അതുപോലെ വിശ്വസിക്കുന്നത്, അവനൊരു കാര്യം ഉറപ്പുണ്ട്, ഇതൊന്നും എന്നെ തകർക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ മുമ്പോട്ട് പോകും. ഓ ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ മുമ്പോട്ട് പോകും. പറ, ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാറ്റുകളും തിരകളും ഒതുങ്ങുന്ന പകൽ. ഈ ഫസ്റ്റ് സെക്ഷൻ ചില കാറ്റുകളും തിരകളും ഒതുങ്ങാൻ പോവുകയാണ്. പ്ലീസ് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു 1-2 മിനിറ്റ് നിങ്ങൾ യേശുവേ എന്നൊന്ന് വിളിച്ച് എന്നെ ആരും നോക്കി നീക്കില്ല, എല്ലാ കണ്ണുകളും അടയട്ടെ. 1-2 മിനിറ്റ് കരങ്ങളെ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക എന്ന്, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. വലിയ ശാന്തതയുണ്ടായി. വലിയ സമാധാനമുണ്ടായി. ഓ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഹൃദയത്തിൽ അസ്വസ്ഥത പൂണ്ട് ഡിസ്റ്റർബൻസായി ഭയപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ അവിടെ ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര സമാധാനമുണ്ടാകട്ടെ, ശാന്തതയുണ്ടാകട്ടെ. പുറത്ത് കണ്ട തെര അകത്തതിന്റെ എഫക്റ്റ്, പുറത്ത് കണ്ട തെര ഹൃദയത്തിനകത്തതിന്റെ എഫക്റ്റ്. ആ ടെൻഷൻ കൂടുമ്പോ, ആ ഭയം കൂടുമ്പോ അത് ആളിനെ മാറ്റുക, ആളിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുക. എന്തുവാ പറയുന്ന അറിയില്ല, എന്തുവാ പ്രവർത്തിക്കുന്ന അറിയില്ല. ദേഷ്യം വരികയാ, ടെൻഷൻ വരികയാ, അത് നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു വശത്ത് ഇതൊന്നും അല്പം പോലും ഏശാതെ ഒരാൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ഇതൊന്നും എന്നെ തൊടത്തില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാറ്റല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്, തെരയല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. യേശുവാണ് നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. യേശുവാണ് നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. തിരിച്ചു പറയാൻ പറ്റുന്നവരല്ല ഇപ്പൊ എന്ന് പറഞ്ഞ്, കാറ്റല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്, തെരയല്ല എന്റെ കാര്യം, എന്റെ തലമുറകളുടെ കാര്യം തീരുമാനിക്കുന്നത്. യേശുവാണ് കാര്യം തീരുമാനിക്കുന്നത്. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പടകം മുങ്ങത്തില്ല, യേശുവുള്ള പടകം മുങ്ങത്തില്ല. ഇത് അക്കരയെത്തും, ഇത് വാഗ്ദത്തത്തിലെത്തോ, നീ അത്ഭുതം കണ്ടിരിക്കും. ഓ താങ്ക് യു ഡാഡി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന അധ്യാപകരെ, സ്റ്റാഫുകളെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ദേവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. മുഴുവൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം, ഈ ദൈവത്തിന്റെ ശബ്ദം ഇവരുടെ മേൽ ഭയങ്കര ബലമായി മാറട്ടെ. ഇവരെല്ലാം ഇത് ആള് മാറ്റട്ടെ കർത്താവേ. വലിയ ദൈവശക്തി എഴുന്നേൽപ്പിച്ച് നിർത്തട്ടെ കർത്താവിന്റെ എല്ലാ വിശ്വസയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കരം തൊട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.